എല്ലാവർക്കും KL18 റിയൽ എക്സ്പ്ലോറർ എന്നുള്ള ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഓണക്കാലത്ത് ആലുവയിൽ നിന്ന് കോഴിക്കോട് കണ്ണൂർ ഭാഗത്തേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി കണ്ണൂർ എക്സ്പ്രസ്സിനകത്ത് കയറിയപ്പോഴുള്ള ഒരു തിരക്കാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു രക്ഷയില്ല. ഓണക്കാലത്ത് കൊച്ചി എറണാകുളം ഭാഗത്ത് നാട്ടിലേക്ക് വെക്കേഷന് വരുന്ന ആളുകൾക്ക് ട്രെയിനിൽ ഒരു രക്ഷയില്ലാത്ത എന്താ പറയുക, നമ്മൾ മുട്ടുസൂചി കുത്താൻ പോലും ഇടമില്ല എന്ന് നമ്മൾ പറയും. അതേപോലുള്ളൊരു ഫീലിങ്സാണ്. ആളുകൾക്ക് ഇറങ്ങാനോ കയറാനോ സൗകര്യമില്ലാത്തൊരു സ്ഥിതിവിശേഷം. സത്യത്തിൽ ഈ ഓണത്തിൻ്റെ ഒക്കെ അല്ലെങ്കിൽ സീസണിൻ്റെ ഒരാഴ്ച മുന്നേ, ഒരു 10 ദിവസം മുന്നേ ഒക്കെ എക്സ്ട്രാ ട്രെയിനുകൾ, സ്പെഷ്യൽ ട്രെയിനുകൾ ഇട്ടാൽ വലിയ യാത്രക്കാർക്ക് വലിയ ഗുണമാണ്. അപ്പോൾ നമുക്ക് ക്യാമറ പിടിക്കാൻ പോയിട്ട് ഒന്ന് കാല് വെക്കാൻ പോലുള്ള സ്പേസ് ഇല്ല. അപ്പോൾ അതിനിടയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ആളുകളെ തെറി കേൾക്കും. അതുകൊണ്ട് ഒരു പരിധി വരെ നമ്മൾ ഒപ്പിച്ച് ക്യാമറ പിടിച്ചതാണ്. അതുകൊണ്ട് തന്നെ ക്യാമറയിനകത്ത് ഫോക്കസൊന്നും കറക്റ്റ് ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നമ്മൾ ടിക്കറ്റ് എടുത്ത് കയറിയതാണ്. പക്ഷെങ്കിൽ ടിക്കറ്റ് എടുക്കാതെ നമ്മൾ സ്ലീപ്പർ ക്ലാസ്സിലൊക്കെ കയറി കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ നമ്മളെ ഈ ഒരു ബാത്റൂമിൻ്റെ ഒരു ഭാഗത്ത്, ടോയ്ലറ്റിൻ്റെ ഭാഗത്ത് TTR നിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതേപോലെ മൊത്തത്തിൽ ആളുകൾ ഇപ്പോൾ TTR അത്തരത്തിൽ നിർത്തിയതുപോലെ ബാത്റൂമിൻ്റെ ഒരു ഭാഗത്താണ് നമ്മൾ നിന്നിരിക്കുന്നത്. ബാത്റൂമിൻ്റെ ആ ഡോറാണ് കാണുന്നത്. അവിടെയാണ് ഇപ്പോൾ കൈവച്ചിരിക്കുന്നത്. ഇത്രയും വൻ ജനബാഹുല്യമാണ് ബയോ ടോയ്ലറ്റ്. അപ്പോൾ അത്രയും തിരക്കാണ്. ഒരു രക്ഷയില്ല. ഒരു സ്ത്രീ കയറിയിട്ട് ഏതിലെങ്കിലും ഇറങ്ങിപ്പോയാലോ എന്ന് പോലും ചിന്തിച്ചു പോയി. ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കേട്ടോ, നമ്മൾ സ്ലീപ്പർ ക്ലാസ്സിനകത്ത് ഒരു ടിക്കറ്റ്, ഒരു സീറ്റ് കിട്ടാൻ നോക്കിയപ്പോൾ ആ സ്ലീപ്പർ ക്ലാസ്സിനകത്തും സീറ്റില്ല. പ്രത്യേകിച്ച് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ വലിയ പ്രയാസമാണ്. അപ്പോൾ സ്ലീപ്പർ ക്ലാസ്സിൽ അവരും സീറ്റ് കിട്ടാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. പക്ഷേ സീറ്റ് കിട്ടിയില്ല. സത്യം പറയുകയാണെങ്കിൽ നമ്മൾ കേരളത്തിലെ ആളുകളാണ് ഏറ്റവും കൂടുതൽ ടിക്കറ്റ് കൊടുത്തുകൊണ്ട് ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് എന്ന് പലപ്പോഴും നമുക്ക് ട്രെയിൻ യാത്രയിൽ അനുഭവപ്പെട്ടിട്ടുണ്ട്. ടിക്കറ്റ് എടുത്തുകൊണ്ട് ട്രെയിനിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും നിന്നിട്ടാണ് പോകാറ് ജനറൽ കമ്പാർട്ട്മെൻറ്റിനകത്ത്. അതേപോലെ തന്നെ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുന്ന ആളുകൾ കേരളത്തിന് പുറത്ത് സ്വത്തുന്യങ്ങളിൽ ഒരുപാട് ആളുകളുടെ ടിക്കറ്റ് കൊടുക്കാതെ. നമ്മൾ കഴിഞ്ഞ ദിവസവും ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി. TTR ടിക്കറ്റ് എടുക്കാതെ ഒരു നാടോടി സ്ത്രീ ട്രെയിനകത്ത് കയറി പ്ലാറ്റ്ഫോമിൽ ഇരുന്ന സമയത്ത് അവളോട് എഴുന്നേക്കാൻ പറഞ്ഞപ്പോൾ അവൾ എഴുന്നേറ്റില്ല. അവളുടെ അടുത്തുള്ള കുറച്ച് തുണി സഞ്ചിയും കുറച്ച് വാണ്ടക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എഴുന്നേക്കാൻ ശ്രമിച്ചപ്പോൾ എഴുന്നേറ്റില്ല. ലാസ്റ്റ് TTRനെ തെറി വിളിച്ചുകൊണ്ടാണ് ആ സ്ത്രീ ഇറങ്ങിപ്പോയത്. അപ്പോൾ അത്തരത്തിൽ മലയാളികളിലെ കേരളത്തിലുള്ള ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ട്രെയിനിന് വരുമാനം കിട്ടുന്നതിൽ സത്യസന്ധമായിട്ട് ട്രെയിൻ ടിക്കറ്റ് എടുത്തുകൊണ്ട് യാത്ര ചെയ്യുന്നത് മലയാളികളാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്നാലും ടിക്കറ്റ് എടുത്താൽ പോലും മലയാളികൾക്ക് നിന്നിട്ട് യാത്ര ചെയ്യാനൊരു സാഹചര്യമുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യുക. ദൈനംദിനം നമ്മൾ കേരളത്തിലെ ട്രെയിൻ യാത്രകളെ ആശ്രയിക്കുന്ന ആളുകളുടെ എണ്ണം കൂടി വരുന്നതാണ്. എന്നാൽ ട്രെയിന് ഗണ്യമായി കൂടി വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ എന്തായാലും കേരളത്തിൽ അത്തരത്തിൽ കൂടാൻ പ്രധാന കാരണം ദേശീയപാതയുടെ വർക്ക് നടക്കുന്നതുകൊണ്ട് ഒരുപാട് റോഡിലെ കുണ്ടുകളും അതേപോലെ ഒരുപാട് ട്രാഫിക് ബ്ലോക്കുകളുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ യാത്രാ ചെലവ്, താരതമ്യേന യാത്രാ ചെലവ് വലിയ കുറവായതുകൊണ്ടും ട്രെയിൻ യാത്രകളെ ആശ്രയിക്കുന്നുണ്ട്. എന്നിരുന്നാലും കുറച്ചുകൂടി ട്രെയിന് അനുവദിക്കപ്പെട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ആളുകൾക്ക് ടിക്കറ്റ് എടുത്തു യാത്ര ചെയ്യുന്ന ആളുകൾക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ കഴിയും. അപ്പോൾ നിങ്ങളെ അഭിപ്രായവും കമൻറ്റും ഒന്ന് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമ്മുടെ ട്രെയിൻ യാത്രകൾ എപ്പോഴും വേറിട്ട അനുഭവവും അതോടൊപ്പം തന്നെ വേറിട്ട കാഴ്ചകളുമാണ് നമുക്ക് പലപ്പോഴും സമ്മാനിക്കുന്നത്. അതോടൊപ്പം തന്നെ ട്രെയിൻ യാത്രകൾ വളരെ ചിലവ് കുറഞ്ഞതാണ് എന്ന മറ്റൊരു പ്രത്യേകത. ആലുവയിൽ നിന്ന് വടകരയിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഏകദേശം 85 രൂപ മാത്രമാണ് നമ്മൾ ട്രെയിൻ യാത്രക്ക് നമ്മൾ കൊടുക്കേണ്ട എക്സ്പെൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രെയിൻ യാത്രകൾ പലപ്പോഴും ഏത് സാധാരണക്കാരനും യാത്ര ചെയ്യാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഒരു സ്ലീപ്പർ ക്ലാസ് എടുത്താൽ പോലും നമുക്കൊരു 350-400 ആ റേഞ്ചിൽ യാത്ര ചെയ്യാൻ കഴിയുമെന്നതാണ് പ്രത്യേകത. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.